ഒരിക്കല് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വയം അലങ്കരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ആവുമല്ലേ. അങ്ങനെ സ്വയം അലങ്കരിച്ചുകൊണ്ടിരിക്കേ ശിരസിൽ പലതരത്തിലുള്ള കിരീടങ്ങൾ ഇങ്ങനെ മാറി മാറി വെക്കുകയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിനൊരു തൃപ്തി വരുന്നില്ല. എന്താ ഇങ്ങനെ കുറേ നേരമായിട്ട് അലങ്കാരം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളൊക്കെ അദ്ദേഹം കഴുത്തിൽ ധരിക്കുന്നു, വീണ്ടും അത് ഊരി വെക്കുന്നു, വീണ്ടും ധരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. ആ സമയത്താണ് പുറത്ത് തേരാളി നിൽക്കുന്നത് നമ്മുടെ രഥവുമായിട്ട്. കുറേ സമയമായിട്ട് ഉദ്ധവര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന് ഇങ്ങോട്ട് വരുന്നില്ല. അലങ്കാരം തന്നെ അലങ്കാരം. ഉദ്ധവരാണെങ്കിൽ നോക്കി നോക്കി നിന്ന് ക്ഷമ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഉദ്ധവര് ചിന്തിച്ചു, ഇന്ന് എന്ത് പറ്റി, എന്താണ് ഇദ്ദേഹം വരാത്തത്, എന്താ കൃഷ്ണന് പറ്റിയത്, കൃഷ്ണൻ എന്താ ഇത്രയും നേരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭയങ്കര കൗതുകമായി ഉദ്ധവർക്ക്. എന്തായിരിക്കും അദ്ദേഹം ഇത്രയും സമയം അലങ്കാരം തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം, എന്താണ് ഇത്ര വൈകുന്നത് എന്ന് അന്വേഷിക്കാന്ന് കരുതിയിട്ട് നേരെ ഉദ്ധവര് ചെല്ലാണ്. പോകുന്ന വഴിക്ക് ഉദ്ധവർ ആലോചിക്കുകയാണ്, ഇനി വല്ല പരിപാടിയും മാറ്റിയോ, ഇന്ന് പോണെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ആക്കിയോ, അതോ ഇന്ന് പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തോ. കാരണം കൃഷ്ണനാണേ ആള് എപ്പോൾ എന്ത് എങ്ങനെ എവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ പറയുന്നത് ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ ചേഞ്ച് ചെയ്തെന്നും വരാം. അങ്ങനെ നമ്മുടെ ഉദ്ധവര് അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും എന്താ കാണുന്നത്, കൃഷ്ണൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വയം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. ഭയങ്കര സൗന്ദര്യ ആസ്വാദനത്തിലാണ് കൃഷ്ണൻ. ഉദ്ധവരാണെങ്കിൽ ഞെട്ടിപ്പോയി, എന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് കരുതിയിട്ട് ഉദ്ധവരിങ്ങനെ ഭവ്യതയോടുകൂടി ചോദിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ അങ്ങ് എന്തിനാണ് ഇന്ന് ഇത്രയും അധികം വേഷം അണിയുന്നത്, എവിടേക്കാ നമ്മൾ ഇന്ന് പോകുന്നത്. ദുര്യോധനനെ കാണാനാണ് ഞാൻ പോകുന്നത്. കൃഷ്ണൻ ഒരൊറ്റ ആൻസർ, ഞാൻ ദുര്യോധനനെ കാണാനാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവരങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ഉദ്ധവര് ചോദിച്ചു, ദുര്യോധനനെ കാണാനോ, അതിനെന്തിനാ അങ്ങ് ഇത്രയ്ക്ക് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത്. അപ്പോൾ ദുര്യോധനൻ അപ്പോൾ ഭഗവാൻ പറയാണ്, ദുര്യോധനൻ ഒരിക്കലും എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയില്ല ഉദ്ധവരെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ അണിഞ്ഞൊരുങ്ങുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറമേക്കുള്ള സൗന്ദര്യം ഉദ്ധവർക്ക് കാണാൻ പറ്റൂ, ഉള്ളിലേക്കുള്ള സൗന്ദര്യം ഈ പറയുന്ന ദുര്യോധനൻ കാണാൻ പറ്റില്ല. അവൻ എപ്പോഴും എൻ്റെ പുറത്താണ് നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വേഷഭൂഷാദികൾ മാത്രം കണ്ടാലേ അയാൾ മയങ്ങൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവർക്ക് ആകെ ഒരു വെപ്രാളമായി. ഉദ്ധവർ ചോദിച്ചു, ദുര്യോധനന്റെ അടുത്തേക്ക് അങ്ങ് പോവേ, എന്താ ഈ പറയുന്നത് കൃഷ്ണ, അതൊന്നും പാടില്ല. അയാൾ അങ്ങയുടെ അടുത്തേക്കാ വരേണ്ടത്, അങ്ങ് ഒരിക്കലും അയാളുടെ അടുത്തേക്ക് പോവരുത്. അയാളുടെ പദവി എന്ത്, അങ്ങയുടെ പദവി എന്ത്, അങ്ങ് ആലോചിക്കൂ. അങ്ങ് ലോകത്തിന്റെ നാഥനാണ് കൃഷ്ണ, അയാൾ ഇങ്ങോട്ട് വരട്ടെ, അങ്ങ് അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഉദ്ധവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവരെ, അന്ധകാരം ഒരിക്കലും പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് വരില്ല. പ്രകാശം അന്ധകാരത്തിന്റെ ഉള്ളിലേക്കാണ് വരിക, ശരിയല്ലേ. പ്രകാശത്തെ ഒരിക്കലും ഇരുട്ട് ഇല്ലായ്മ ചെയ്യില്ല, എന്നാൽ ഇരുട്ടിലേക്ക് പ്രകാശം കടന്നു വരും. ഈ ചെറിയ വാക്കുകൾ ഉദ്ധവരെ ശരിക്കും ഒന്ന് ചിന്തിപ്പിച്ചു. എങ്ങനെയാ ചിന്തിപ്പിച്ചത്? സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം കൗരവ സന്നിധിയിലേക്ക് നമ്മുടെ ഭഗവാൻ പോയിട്ടുണ്ട്. ഈ യുദ്ധം വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട് ഇല്ലേ, 3 പ്രാവശ്യം പോയെന്ന് നമ്മൾ മഹാഭാരതത്തിൽ പഠിച്ചു. പക്ഷേ ആ 3 പ്രാവശ്യവും ഭഗവാന് വേണമെങ്കിൽ പോകാതെ തന്നെ ഈ യുദ്ധം ഇല്ലാതാക്കാം. വേണമെങ്കിൽ വരച്ച വരയിലെ കൗരവപക്ഷത്തെ ഭഗവാന് നിർത്താൻ സാധിക്കും. പക്ഷെ ഈ 3 പ്രാവശ്യവും നമ്മുടെ ഭഗവാൻ പരാജയപ്പെട്ടിട്ടാണ് തിരിച്ചു വരുന്നത്, അല്ലെ. ദുര്യോധനാദികൾ ഒരിക്കലും ആ യുദ്ധം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ആ യുദ്ധം ചെയ്യണം എന്ന് തന്നെയായിരുന്നു അവർക്ക് തീരുമാനം. അപ്പൊ 3 പ്രാവശ്യം നമ്മുടെ ഭഗവാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് ഭഗവാന് വിജയത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. എത്രയോ രാക്ഷസന്മാരെ കൊന്നത്, അതുമുതൽ ഭഗവാന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ വിജയത്തിന്റെ ഒരു വലിയ ഘോഷയാത്ര തന്നെയുണ്ട്. എന്നാൽ മറുവശത്ത് ഭഗവാന്റെ ജീവിതത്തിൽ അതേസമയം പരാജയവും സംഭവിക്കുന്നുണ്ട്. അപ്പോ കൃഷ്ണന് വിജയവും പരാജയവും ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നത്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയമായാലും പരാജയമായാലും നേരിടുന്നത്.
ഈ രണ്ടവസ്ഥകളും ഭഗവാനെ ബാധിക്കുന്നേയില്ല. അപ്പൊ ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കുന്ന നമ്മൾ എന്താണ് പരാജയം വരുമ്പോൾ ഇത്രയും താഴ്ന്നു പോകുന്നത്, ഇത്രയും വിഷമിക്കുന്നത്? എന്തിനാ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം ഇല്ലാതെയാവുന്നത്? ജീവിതത്തിൽ പരാജയങ്ങളുണ്ടെങ്കിലേ മുന്നേറാൻ സാധിക്കൂ. ഇത് ഞാൻ എത്രയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പരാജയം നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്, തോൽവിയാണ് വിജയത്തിന്റെ ചവിട്ടുപടിയെന്ന്. അപ്പം എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മളൊന്ന് തോറ്റുപോയാൽ എന്തിനാണ് നമ്മളിങ്ങനെ തളരുന്നത്? നമ്മൾ ഉയർന്നു വരാനാണ് ശ്രമിക്കേണ്ടത്. വീണു പോയി നോർത്തിട്ട് ഒരു കുഞ്ഞും വീണെടുത്ത് കിടക്കുന്നില്ല. ആ കുട്ടി തല ഉയർത്തി നോക്കി എങ്ങനെയെങ്കിലും കയറി നേരെ എഴുന്നേറ്റ് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? അങ്ങനെ അവർ കമിഴ്ന്ന് വീണിട്ട് കമിഴ്ന്ന് തന്നെ കിടക്കുന്നുണ്ടോ? അവർ ഇല്ല. എത്രയോ വട്ടം ആ കുഞ്ഞിന്റെ തല താഴേക്ക് തന്നെ പോകുന്നു. പക്ഷെ ആ കുട്ടി വീണ്ടും വീണ്ടും തല ഉയർത്താൻ ശ്രമിക്കുന്നു. നമ്മൾ പ്രചോദനം കൊടുക്കുന്നു, നോക്കൂ നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ജനിച്ച് കുറച്ച് മാസങ്ങൾ മാത്രമുള്ള കുഞ്ഞ് അത്രയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പകുതിയിൽ എത്തി നിൽക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് പരാജയത്തിൽ നിന്ന് മുന്നിലേക്ക് കയറാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു? എവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് ആത്മവിശ്വാസം ഇല്ലാണ്ട്? ആലോചിച്ച് നോക്കണം. ഭഗവാനെയല്ലേ നമ്മൾ പൂജിക്കുന്നത്? ഭഗവാനെ അറിയാനല്ലേ ഇത്രയും സത്സംഗങ്ങൾ കേൾക്കുന്നത്, ഇത്രയും ക്ഷേത്രത്തിൽ പോകുന്നത്, ഇത്രത്തോളം ഏകാദശി എടുക്കുന്നത്, ഇത്രത്തോളം ഗുരുവായൂർ ദർശനം നടത്തുന്നത്, നാമം ജപിക്കുന്നത്, നിഷ്ഠയായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആ ഭഗവാനെ പൂജിക്കുന്ന നമ്മൾക്ക് എവിടെയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? എവിടെയാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നത്? ഇതൊന്നും ഒരു ഭഗവാനിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളേ അല്ല. ഭഗവാനിൽ വിശ്വസിക്കുമ്പോൾ, ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ആദ്യം ജീവിതത്തിൽ കൂട്ടായി തീരേണ്ടത് ആത്മവിശ്വാസമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിരുത്തി എഴുതി വെക്കുക. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാം, ആത്മവിശ്വാസത്തോടെ നേരിടാം. നമ്മൾക്ക് ഇപ്പൊ ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലും ആയിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. എൻ്റെ മരണകാരണം, എൻ്റെ ജീവിതത്തിന് അവസാനം വരുന്നത് ക്യാൻസർ മൂലമാണെങ്കിലും ആയിക്കോട്ടെ. അല്ലാതെ അവിടെ വെച്ചിട്ട് കൃഷ്ണ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കിത് തന്നില്ലേ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഏതൊരു വ്യക്തി മരിക്കാനും ഈ ലോകത്ത് നിന്ന് പോകാൻ അതിനൊരു കാരണമുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. ആ കാരണത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ഭക്തിയിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു വീട് നാളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ മുതൽ നമ്മൾക്ക് ആ വീട്ടിൽ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യമല്ല മുന്നോട്ടുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലായില്ലേ? പലരും പറയുന്നുണ്ട്, മാതാജി എൻ്റെ വീട് ജപ്തിയിൽ പോട്ടെ. ഞാൻ അങ്ങനെയാ ചിന്തിക്കാറ്. പോവാണേ പോട്ടെ, നമുക്ക് ആ ഒരു വീട് പോയി നോർത്തിട്ട് നമ്മൾ ഇല്ലാതാവുന്നില്ലല്ലോ. വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകണം. ഇഷ്ടപ്പെട്ട ആഭരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പണയം വെച്ചു, എടുക്കാൻ പറ്റിയില്ല, ശരി, കഴിഞ്ഞു, അത് അവിടെ തീർന്നു. ആ ആഭരണമല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് നിർണ്ണയിക്കുന്നത്, ആണോ? ഇനിയും അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അതിനായി ഞാൻ കഠിനമായി പരിശ്രമിക്കും എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോവാം. ഇഷ്ടപ്പെട്ട വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സമയം അവിടെ വെച്ച് കഴിഞ്ഞു. നമ്മളെ പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ അറിയുന്ന വ്യക്തികളോടുകൂടി ചേർന്ന് നിൽക്കാൻ അയാൾക്ക് അത്രേ സമയം നിശ്ചയിച്ചിട്ടുള്ളൂ. അതാരുമായിക്കോട്ടെ, ആ ആത്മവിശ്വാസത്തോടു കൂടി പോയിട്ട് നമ്മുടെ വിജയം അവർക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവിടെ മുതൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കേണ്ടത് ഈശ്വരനോടാണ്, വ്യക്തികളോടല്ല. അതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിരാശ, വിഷമം, അല്ലെങ്കിൽ ദുഃഖം, അങ്ങനെയുള്ള നിഷേധാത്മകമായിരിക്കുന്ന ഭാവങ്ങൾക്കെല്ലാം അടിമപ്പെട്ടിട്ട് നമ്മൾ തളർന്നു പോകാൻ പാടില്ല ജീവിതത്തിൽ. ഒരിക്കലും അത് ചെയ്യരുത്. അതിന് പകരം നമ്മൾ സന്തോഷം, പുഞ്ചിരി, ഉല്ലാസം, എന്താ പറയുക, ഭയങ്കരമായിരിക്കുന്ന ഒരു എല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു നല്ല മനസ്സ്, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക.